നിക്ഷേപിച്ച പണം തിരികെ കിട്ടാതെ വന്നതോടെ ഈരാറ്റുപേട്ട സർവീസ് സഹകരണ ബാങ്കിനെതിരെ പ്രതിഷേധമുയരുകയാണ്. കഴിഞ്ഞ 2 വർഷമായി പണം കിട്ടുന്നില്ല എന്നാണ് പരാതി. ഇടതുപക്ഷ ഭരണസമിതിക്കെതിരെ സർക്കാരും നടപടിയെടുക്കുന്നില്ല എന്ന് ആക്ഷേപമുണ്ട്. ലക്ഷക്കണക്കിന് രൂപയാണ് നിക്ഷേപകർ ഈരാറ്റുപേട്ട സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നത്. പക്ഷേ ഒരു പൈസ പോലും തിരിച്ചെടുക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷമാണ് കഴിഞ്ഞ കുറേ നാളുകളായുള്ളത്. ഏതാണ്ട് 2 വർഷത്തിലധികമായി സമാനമായ സ്ഥിതിയാണ് ഉള്ളത് എന്നാണ് നിക്ഷേപകർ ചൂണ്ടിക്കാണിക്കുന്നത്. പലതവണ പലതരത്തിലുള്ള ചർച്ചകളും പരാതിയും ഒക്കെ നൽകിയെങ്കിലും കാര്യമായി ഒരു നടപടിയും ഉണ്ടായില്ല. ഇതോടെയാണ് അവിടെ ബാങ്കിലെത്തി പണം ചോദിക്കുകയും പണം നൽകാതെ വരികയും ചെയ്തതോടെ നിലത്ത് കിടന്ന് നിക്ഷേപകർ പ്രതിഷേധിച്ചത്. ഇതിനെതിരെ സഹകരണ വകുപ്പിന്റെ റിസീവർ ഭരണം അടക്കം എത്തേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. പക്ഷേ അത്തരം നടപടികളിലേക്കൊന്നും പോകുന്നില്ല എന്നുള്ളതാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ഇഡിക്കടക്കം ഇക്കാര്യത്തിൽ പരാതി നൽകിയിട്ടുണ്ട് നിക്ഷേപകർ. പക്ഷേ പോലീസ് FIR ഒന്നും നിലവിലില്ലാത്തതുകൊണ്ട് തുടർ നടപടിയിലേക്ക് കടക്കാൻ ഇഡിക്കും കഴിയുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിരവധി നിക്ഷേപകർ ഇതിനകം വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഈരാറ്റുപേട്ട സർവീസ് സഹകരണ ബാങ്കിൽ. നേരത്തെ തൊട്ടടുത്തുള്ള പൂഞ്ഞാർ സഹകരണ ബാങ്കിലും വലിയ നിക്ഷേപ തട്ടിപ്പുണ്ടാകുകയും അവിടെ റിസീവർ ഭരണം ഏർപ്പെടുത്തിയിരിക്കുകയുമാണ്. ഇവിടെയും ഈ CPM ഭരിക്കുന്നതാണ് കഴിഞ്ഞ 3 ടേമായി. പലർക്കും അനധികൃതമായ ലോൺ നൽകി ആ ലോൺ തിരിച്ചടവ് ഉണ്ടാകുന്നില്ല. അതാണ് ഈ നിക്ഷേപകർക്ക് പണം തിരികെ നൽകാതിരിക്കാൻ ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ പ്രത്യേകിച്ച് സഹകരണ മന്ത്രിയൊക്കെ ജില്ലയിൽ നിന്ന് ഉള്ള ആളെന്നുള്ള നിലയിൽ അടിയന്തരമായ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്നതാണ് നിക്ഷേപകരുടെ ആവശ്യം. ഒപ്പം തന്നെ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും അവർ ആവശ്യപ്പെടുകയാണ്. കോട്ടയത്ത് നിന്ന് G. ശ്രീജിത്ത്, News 18.